ഇത്ര ദൂരം സഞ്ചരിച്ചതല്ലേ, ഇനി ഒരു കുളി പാസ്സാക്കാം. പെരിയാറല്ലേ ആ കാണുന്നത്, ഇന്ന് കുളി ഇവിടെ ആക്കാം. ഈ വെള്ളത്തിന് എന്താ ഒരു നാറ്റം. പുഴയിലാണെങ്കിൽ വെള്ളവും കുറവ്, വെള്ളത്തിൻ്റെ നിറവും മാറിയിട്ടുണ്ടല്ലോ. മുൻപൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഈ പുഴയ്ക്ക് എന്തു പറ്റി? മിന്നുക്കാക്ക വരുന്നുണ്ടല്ലോ, അവളോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. മിന്നു, എന്നെ ഓർമ്മയുണ്ടോ? ആഹാ മഞ്ഞക്കിളി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഒരുപാട് ദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ചിട്ട് വരുന്നതല്ലേ? വിശേഷങ്ങൾ പറയൂ. നല്ല വിശേഷം മിന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഈ പുഴയിലെ വെള്ളത്തിന് എന്തു സംഭവിച്ചു? നിറവും മണവും മാറിയിട്ടുണ്ടല്ലോ, വല്ലാതെ അഴുക്കു നിറഞ്ഞിരിക്കുന്നു. എന്തു പറയാനാ, ഇവിടെ മാത്രമല്ല, എല്ലാ ജലാശയങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാ. ഈ ജലാശയങ്ങൾക്ക് എന്തു പറ്റി? വരൂ, ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. അതാ നോക്കൂ, ആ വ്യവസായശാലയിലെ മാലിന്യങ്ങൾ എങ്ങോട്ടാ ഒഴുക്കുന്നതെന്ന്. അയ്യോ, അതെല്ലാം ഈ പുഴയിലേക്കാണല്ലോ. ഈ രാസമാലിന്യങ്ങൾ പുഴയിലെത്തുന്നതു വഴിയാണ് ജലം മലിനമാകുന്നത്. വാ മഞ്ഞക്കിളി, ഞാൻ മറ്റൊരു കാഴ്ച കാണിക്കാം. എന്താ ഇത്? അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളല്ലേ പുഴയിലിടുന്നത്? അതെ, ഇതാണ് പുഴയുടെ നാശത്തിൻ്റെ മറ്റൊരു കാരണം. മഞ്ഞക്കിളി, അതാ അപ്പുറത്തേക്ക് നോക്കൂ. ഇവർ ഇതെന്താ ചെയ്യുന്നത്? പുഴയിൽ നിന്നും മണലെടുക്കുന്നോ? അതെ, ഇതിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് ഇത് ചെയ്യുന്നവർ അറിയുന്നില്ല. പുഴയിൽ നിന്ന് മണലെടുക്കുമ്പോൾ എത്രമാത്രം ജീവികളാ നശിക്കുന്നത്? പുഴയൊരു ആവാസ വ്യവസ്ഥയല്ലേ? അതുമാത്രമോ, പുഴയുടെ ആഴം കൂടുകയും തന്മൂലം ജലദൗർലഭ്യം അനുഭവപ്പെടുകയും ചെയ്യില്ലേ? ഈ മനുഷ്യർക്കിത് എന്തു പറ്റി? അവരെന്താ ഇതിനെ പറ്റിയൊന്നും ചിന്തിക്കാത്തത്? ഓരോരുത്തരും സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. ഇതിനൊക്കെ നാം ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വരും. മനുഷ്യനെ ബോധവൽക്കരിക്കാൻ നമുക്കൊരു പോസ്റ്റർ പതിപ്പിച്ചാലോ? അത് നല്ല ഐഡിയ.